നമസ്കാരം. കാന്തല്ലൂർ പഞ്ചായത്തിൻ്റെയും കാന്തല്ലൂർ ഹോം സ്റ്റേ ആൻഡ് റിസോർട്ട് അസോസിയേഷൻ്റെയും ഡ്രൈവേഴ്സ് യൂണിയൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കാന്തല്ലൂർ പഞ്ചായത്തിൽ മെഗാ ക്ലീനിംഗ് സംഘടിപ്പിച്ചു. കോവിൽക്കടവിലെ ക്ലീനിംഗ് പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശിവൻരാജ് ഉദ്ഘാടനം ചെയ്തു. ഹോം സ്റ്റേ അസോസിയേഷനും ഡ്രൈവേഴ്സ് യൂണിയനും കൂടി സംയുക്തമായ രീതിക്ക് കാന്തല്ലൂർ മുതൽ പൈസനൂർ വരെയും കോവിൽക്കടവ് മുതൽ പൈസനൂർ വരെയും ഇന്ന് ശുചിത്വ പ്രവർത്തനം നടത്താനാണ് തീരുമാനിച്ചത്. അതേപോലെ തന്നെ എല്ലാ സ്ഥലത്തും എല്ലാവരുടെ പങ്കാളിത്തവും ഉണ്ട്. ഏതായാലും ഇവിടെ ഇരിക്കുന്ന മർച്ചൻ്റ് അസോസിയേഷൻ അതുപോലെ മുഴുവൻ രാഷ്ട്രീയ പ്രതിനിധികളെല്ലാം ഇതിൽ പങ്കാളിയാകുന്നുണ്ട്. എന്നാലും ഇവിടെ ഇരിക്കുന്ന ജനങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മാലിന്യം വലിച്ചു എറിയാതെ ഭദ്രമായി ഹരിത കർമ്മത്തിനോട് ഏൽപ്പിക്കണമെന്നാണ് എൻ്റെ ഉന്നതമായ അഭ്യർത്ഥന. അതേപോലെ തന്നെ ഇനിയുള്ള ഭാവിയിൽ നമ്മുടെ കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് ശുദ്ധമായി മാലിന്യമില്ലാത്ത ഒരു പഞ്ചായത്തായി വളരാൻ നമ്മളെല്ലാവരുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാകുന്ന അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ മാലിന്യ നീക്ക പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ടു. കാന്തല്ലൂരിലെ ക്ലീനിംഗ് പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സത്യരാജൻ ഉദ്ഘാടനം ചെയ്തു. മെഗാ ക്ലിനിക്ക് നമ്മുടെ ഇവിടെ നടക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കാന്തല്ലൂർ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടി നമ്മുടെ ഈ ഹോം സ്റ്റേക്കാർ ഈ ഇത് ജസ്റ്റ് ഇവിടെ കുറേ ഇത് നോക്കാൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഇത് എല്ലാം വൃത്തിയായി നമ്മുടെ ഇത് സ്ഥലങ്ങൾ സൂക്ഷിക്കണം. നമ്മുടെ എല്ലാവിധ സപ്പോർട്ടുകളും എല്ലാ ഇടത്തിൽ നിന്നും നമ്മൾ ചെയ്യണം എന്ന് മാത്രം ചോദിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് അറിയിക്കും. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ ബാലമുരുകൻ ആശംസകൾ നേർന്നു. ഹോം സ്റ്റേ അസോസിയേഷൻ ഭാരവാഹികൾ, പിന്നെ അതേപോലെ ഡ്രൈവേഴ്സ് യൂണിയൻ, പിന്നെ അതേപോലെ വ്യാപാര സ്ഥാപനത്തിൻ്റെ ഉടമകൾ, പിന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഹരിതകർമ്മസേന അംഗങ്ങൾ, പഞ്ചായത്ത് അംഗങ്ങൾ, പിന്നെ ഇവിടെ വന്നിട്ടുള്ള നാട്ടുകാർ. എന്തായാലും ഇന്ന് നമ്മൾ സംഘടിപ്പിച്ച ഈ 13-ാം തീയതി സംഘടിപ്പിച്ച നമ്മുടെ മെഗാ ക്ലീനിങ് കാന്തല്ലൂരിൻ്റെ നേരത്തുള്ള പണ്ടത്തെ കാന്തല്ലൂരല്ല ഇന്ന് ഒരുപാട് ടൂറിസ്റ്റുകളും പിന്നെ ഒരുപാട് ആൾക്കാരും ഇവിടെ വരുന്ന ഒരു സ്ഥലമായിട്ട് ഒരു മിക്കവരുടെ സ്ഥലമായിട്ടാണ് കാന്തല്ലൂർ കാണപ്പെടുന്നത്. ഇതിൽ കാന്തല്ലൂർ നേരത്തെ തന്നെ നമ്മൾ അറിയപ്പെടുന്നത് കാന്തല്ലൂരിൻ്റെ ആദ്യം തന്നെ നമുക്കൊരു ഗോൾഡൻ അവാർഡൊക്കെ കിട്ടിയിരുന്നു. അത് ഏത് അടിസ്ഥാനത്തിലാണെന്ന് വെച്ചാൽ നമ്മുടെ കാന്തല്ലൂരിൻ്റെ ഒരു നാച്ചുറൽ ഇത് പ്രകൃതി നല്ല സംരക്ഷിച്ചുള്ളവരും കാറ്റും ശുദ്ധമായ കാറ്റും മാത്രമല്ല, ഇവിടെ ഒരു ഫാൻ ഇല്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇന്ത്യയിലെ ഒരു ഈ നമ്മുടെ കാന്തല്ലൂരാണ്. അപ്പോൾ അതേപോലെ നമ്മൾ വരും കാലത്ത് ഇങ്ങനെ ടൂറിസ്റ്റുകളും മാത്രമല്ല ഇവിടെ ആൾക്കാർ കൂടുതൽ വരുമെന്ന് ഓർത്ത് മാലിന്യങ്ങൾ കൂടുതലായിട്ട് തന്നെ ഇവിടെ ഒരു കൂമ്പാരമായിട്ട് തന്നെ കിടക്കുന്നത്. ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു മെഗാ ക്ലീനിങ് വേണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഓരോരുത്തരും അങ്ങനെ നമ്മുടെ പരിസരം മാത്രം അങ്ങനെ ക്ലീൻ ചെയ്താൽ ഇങ്ങനെ ഒരു മെഗാ ക്ലീനിങ്ങിൻ്റെ ആവശ്യം വരില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അതേപോലെ തന്നെ ഈ മെഗാ ക്ലീനിങ് എന്ന് പറയുന്നത് ഇന്നോടുകൂടി ഇങ്ങനെ മെഗാ ക്ലീനിങ് അല്ലാതെ ഇനി ഓരോരുത്തരും എല്ലാ ദിവസവും നമ്മുടെ വീടുകളും നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളും നമ്മൾ നിൽക്കുന്ന പരിസരങ്ങളും വേസ്റ്റ് മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് തന്നെ പാലിക്കണമെന്നാണ് കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിന് പറയാനുള്ളത്. അതേപോലെ തന്നെ എല്ലാ ദിവസവും നിങ്ങളുടെ മുറ്റത്തും വ്യാപാര സ്ഥാപനങ്ങളും ക്ലീനായിട്ട് തന്നെ വയ്ക്കണം. അത് നിർബന്ധിക്കാതെ നിങ്ങൾ തന്നെ സ്വയമായിട്ട് അത് ഏറ്റെടുക്കണം. പ്ലാസ്റ്റിക്കിൽ വലിച്ചെറിയാതെ ഒരു സ്ഥലത്ത് വയ്ക്കുവാണെങ്കിൽ അതിനു വേണ്ടി എടുക്കാനായിട്ട് ഹരിതകർമ്മ സേനാംഗങ്ങൾ പഞ്ചായത്ത് നിയോഗിച്ചിട്ടുണ്ട്. അവർ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും 2 ദിവസമെങ്കിലും നിങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളും നിങ്ങളുടെ ഹോം സ്റ്റേ അസോസിയേഷനും ശരി പൊതുസ്ഥലങ്ങളായാലും ശരി ഒരു നിക്ഷേപിക്കേണ്ട സ്ഥലത്ത് എവിടെയാണോ അവിടെയാണ് നിക്ഷേപിക്കേണ്ടത്, വലിച്ചെറിയരുത് എന്നൊരു അഭ്യർത്ഥന കൂടി ഉണ്ട്. എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഈ പ്ലാസ്റ്റിക് മുക്തമായിട്ടും പിന്നെ ഒരു വേസ്റ്റ് ഇല്ലാതെ ഒരു കാന്തല്ലൂരായിട്ട് മാറ്റുവാനും സാധിക്കും. ഇത് ഒരാൾ വിചാരിച്ചാൽ എന്തായാലും നടക്കത്തില്ല. എല്ലാവരും ചേർന്ന് വേണം നമുക്ക് ഇതിൻ്റെ ഈ മാലിന്യങ്ങൾ ഇല്ലാതാക്കുന്നതും ഒരു നല്ല ഒരു അന്തരീക്ഷം ഉള്ള ഒരു കാന്തല്ലൂരായിട്ട് നമുക്ക് മാറ്റാൻ കഴിയണമെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന സ്ഥലത്ത് മാത്രം നിക്ഷേപിക്കുക. അല്ലെങ്കിൽ തരംതിരിച്ച് നിങ്ങൾ കടയിലെ വ്യാപാര സ്ഥാപനത്തിന് മുമ്പ് വയ്ക്കുവാണെങ്കിൽ ഹരിതകർമ്മസേന അംഗങ്ങൾ വന്ന് എടുത്തോളും. പിന്നെ ഇത് എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് മാത്രം തന്നെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ക്ലീനിങ് ഇന്നോടുകൂടി അവസാനിപ്പിക്കാതെ എല്ലാ ദിവസവും എല്ലാവരും ചേർന്നിട്ട് ഈ ക്ലീനിങ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പരിപാടിക്ക് വന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ എത്തുന്നു.
പഞ്ചായത്ത് അംഗങ്ങളായ കാർത്തിക് ആർ, അമ്പിളി പ്രവീൺ, റഹീം എം, ദിനേശ് കുമാർ, അസോസിയേഷൻ സെക്രട്ടറി പ്രതീഷ് എം, ട്രഷറർ അനീഷ്, മറ്റു ഭാരവാഹികൾ, കാന്തല്ലൂർ IHRD കോളേജ് വിദ്യാർത്ഥികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, വ്യാപാരികൾ, വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നിവർ ശുചീകരണത്തിൽ പങ്കാളികളായി. ശുചീകരണത്തിൻ്റെ ഭാഗമായി പഞ്ചായത്ത് പരിധിയിലെ അഴുക്കുചാലുകളിൽ നിന്നും പാതയോരങ്ങളിൽ നിന്നും മറ്റുമായി വൻതോതിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്തു. മാലിന്യമുക്ത കാന്തല്ലൂരിനായി എല്ലാവരും സഹകരിക്കണമെന്ന് സംഘാടകർ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മറയൂർ വിഷൻ.